നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത കാലത്ത് വരെ കാക്കാത്തിമാർ വീടുകളിൽ തോറും കയറി ഇറങ്ങി കൈ നോക്കി ഫലം പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ കാണാറില്ല. ഇവരെ ഇപ്പോൾ കാണുന്നത് അമ്പലപ്പറമ്പുകളിലാണ്. അതെ, ഇന്ന് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഹസ്ബൻഡ് ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. അവരെ ഡീറ്റെയിൽ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാം. മാ കൈ നോക്കണമ്മ. കൈ നോക്കിട്ട് പോമ്മ. സത്യമായിട്ട് ഇത് പോയില്ല, ഞാൻ തടസ്സമാണ് അമ്മ. എന്നാലും എത്ര ലേഖത്തിന് വിളിച്ചാൽ തടസ്സം ഉണ്ടാവില്ലേ അമ്മ? മനോദുഃഖമുണ്ട് മുഖത്ത്. ബാ, ഞാൻ പറയണ സത്യല്ലേ? അതാ ദൈവം, ഞങ്ങൾ എല്ലാവരും ദൈവത്തെ വിളിക്കുന്ന. അമ്മ ഇങ്ങോട്ട് വാ, സൂര്യ ഭഗവാനെ നോക്കിയിട്ട് വേണം വണങ്ങി. ബാ അമ്മ, ഇങ്ങോട്ട് ബാ അമ്മ. അകത്ത് നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ഒരുപാട് ദുഃഖമുണ്ട്, മക്കളെ കൊണ്ട് ദുഃഖമില്ലേ അമ്മ? അമ്പലത്തിൽ വന്നതാ. അപ്പൊ 2 ദിവസം കഴിയുമ്പോ അമ്പലത്തിൽ ഉത്സവം എല്ലാം തീരും. ഇന്ന് തീരും. അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് വീടുകളിലൊക്കെ ഞാൻ കേറി അമ്മ. അങ്ങനെ കേറിട്ടാണ് ഈ അമ്മയുടെ വീട്ടിലോട്ട് വന്നത്. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്, മനോദുഃഖമുണ്ട്, ഐശ്വര്യ മുഖം. അമ്മ കൊഞ്ച നേരം അമ്മ ഇങ്ങോട്ട് വന്നിരുന്നേ. ഒന്നും വേണ്ട, അമ്മയുടെ കൈ നോക്കിട്ട് 2 ഫലം പറഞ്ഞിട്ട് ഞാനൊന്ന് പൊക്കാളാം. കൈ നോക്കുന്ന അസ്തരേഖ നോക്കുന്നൊന്നും കൈ നോക്കുന്നൊന്നും അശുഭമല്ല അമ്മ. വാമ്മ. റാന്നി. ഞങ്ങൾ നേരത്തെ അങ്ങ് തമിഴ്നാടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. ഇവിടെ വന്നിട്ട് ഇപ്പൊ 40-45 വർഷമായി. എന്റെ ചെറുപ്പത്തിലേ വന്നതാണ് അവിടെ. അപ്പം 2 കുളന്തയുണ്ട്, ഭർത്താവ് ഇതുപോലെ അവിടെ ഒരു ക്ഷേത്രത്തില് കൈ നോക്കാൻ പോയിരുന്നതാണ്. കൈ നോക്കാൻ പോയിരുന്ന് തണ്ണി അടിക്കാൻ പാടില്ല, നമ്മുടെ ഒരു വിശ്വാസമാണല്ലോ എല്ലാം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയിരിക്കുമ്പോൾ നമ്മൾ തണ്ണി അടിക്കാൻ പാടില്ലെന്ന് ആനയുടെ മുമ്പിൽ ആന ഇടഞ്ഞ് എടുത്ത് കീറിഞ്ഞു. അങ്ങനെ കുളന്തല അങ്ങനെ നടുവടിച്ച് വീണു, നടു തളർന്ന് കിടക്കും. പിന്നെ ഞാനല്ലേ ഇറങ്ങണ്ടേ? അമ്പലങ്ങളും വീടുകളൊക്കെ ഞാൻ രാവിലെ ഇങ്ങനെ ഇറങ്ങും. കൈ കാണിച്ച് വെറുതെ അവരാരും കാണൂല. എന്റെ നേരെ കൈ നീട്ടിയാ മതി, ഇങ്ങനെ നീട്ടിയാ മതി. ആ കൈ ഇത് സന്താന ഭാഗ്യാണ്. മക്കളെ കൊണ്ട് മക്കള് നല്ല നിലയിലാണ്. അത് ഞാൻ പറഞ്ഞോട്ടെ, നല്ല നിലയിലാണ്. മക്കളെ കൊണ്ട് വേറെ ദുഃഖങ്ങളൊന്നും ഇല്ല എങ്കിലും മംഗല്യഭാഗ്യം തടസ്സമാണ്. തടസ്സമാണ്. പിന്നെ ഭാഗ്യം എല്ലാം ഉണ്ട്, പക്ഷെ ദുഃഖം എന്നല്ലാതെ വേറെ ഒന്നും ഇല്ല. നക്ഷത്രം തിരുവാതിര, നക്ഷത്രം ദുഃഖങ്ങളും കാര്യങ്ങളും അത് മഹാദേവൻ എല്ലാം ഉണ്ട്. അതറിയാം. മഹാദേവന് സൃഷ്ടി സംഹാരം എല്ലാം ഉണ്ട്. പക്ഷെ മഹാദേവൻ കിടക്കുന്ന ഇവിടെ ചുടലക്കാട്ടിൽ കിടക്കുന്നത്. മഹാദേവൻ എന്തുവാണ്? ഭിക്ഷാടനത്തിന് പോകുന്നു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിക്കണം. തിരുവാതിര നക്ഷത്രത്തിന് ഒത്തിരി വേദനകളും ദുഃഖങ്ങളും അതുപോലെ ഇതുണ്ട്. ഏതാ? സന്തോഷവും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ദുഃഖമുണ്ട്. ഞാൻ എല്ലാം പാമിസ്ട്രി എല്ലാം നോക്കി കാരണം പാമിസ്ട്രി നോക്കാൻ കാര്യം ഞാൻ ക്രിസ്ത്യൻ, ഹിന്ദു എല്ലാം നോക്കി വയ്ക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഭഗവത്ഗീത എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ ബൈബിളിന്റെ എല്ലാം അറിയാം. ഞാൻ ഖുറാൻ നോക്കിയിട്ടില്ല, മുസ്ലിംസിന്റെ നോക്കിയിട്ടില്ല, എനിക്ക് അറിയത്തില്ല.
അപ്പൊ അവർ അറിയത്തില്ല. എന്നാലും ഞങ്ങളുടെ ബൈബിളിൽ കുറെ ഖുറാന്റെ ഇവരുടെ ഇതുണ്ട്, ബൈബിളിൽ കുറച്ചുണ്ട്. മാതാവിനെയൊക്കെ ഒരു മറിയം ഞങ്ങളെ മറിയമ്മ എന്ന് പറയുന്നത്, മറിയം എന്ന് അവര് എന്തോന്ന് അവര് പറയുന്നത്, അവര് വേറെ രീതിയിൽ മറിയം ബീബി എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ എന്തോ ആണ് പറയണത്. എല്ലാവരുടെയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെതായ വിശ്വാസങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് നൊയമ്പ് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾക്ക് 3 നോയമ്പ് ഉണ്ടെന്നോ അറിയാം. ഞാൻ എല്ലാ മതസ്ഥരുടെ വീട്ടിൽ ഞാൻ പോണ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഒരു വിധപ്പെട്ട കാര്യം. അവരുടെ ആചാരം അല്ല മനപ്പാടമൊന്നും അല്ല എങ്കിലും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ആയിരുന്നവരെ ആരും അസത്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, അതിനൊരു കാര്യമുണ്ട്. പണ്ടേ ഞാനൊരു കാര്യം, ഈ വസ്തുവില് എന്തെങ്കിലും നേരത്തെ ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ദോഷം വല്ലതും ഉണ്ടായിരുന്നു. കൈ കാണിച്ച് രണ്ടുപേരും നോക്കാം. ഇതെല്ലാം ഞാൻ പഠിച്ചതാ. ഇവിടെ വസ്തുവിൽ ദോഷം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. എന്തെങ്കിലും ഒരു എന്താ പറയാ ആഭിചാരമായിട്ടുള്ള എന്തെങ്കിലും വസ്തു നമ്മുടെ ഭൂമിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്ന ഫലം. അതായത് അതിന്റെ ഒരു ഇതിലാണ് മക്കളുടെ വിവാഹം ഇങ്ങനെ തടസ്സത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. അതിപ്പോഴും ഉണ്ട്. നിങ്ങളെ വിട്ടു മാറാതെ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. മക്കളുടെ വിവാഹം നടക്കും കേട്ടോ. അത് നിങ്ങളുടെ തന്നെ പെരിങ്ങനാട് അമ്പലത്തിലെ ഒരു നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഭഗവാൻ നടത്തി തരും. ഈ മനസ്സറിഞ്ഞ് വിളിക്കും. ഐശ്വര്യമാ ഇരിക്കുന്നത്, ഐശ്വര്യ ദേവതയാണ്. ഒന്നിനൊരു പക്ഷെ ഈ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ഒരു ദുഃഖം, സമ്പത്തിന് കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. കാണുമ്പോ അറിയും നമുക്ക് വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മക്കൾക്ക് ഒരു ജീവിതം ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കള്ളമുണ്ടോ? വാസ്തവല്ലേ? മക്കള് അച്ഛനും അമ്മയ്ക്കും, സ്വന്തം അച്ഛനും അമ്മയ്ക്കും 7 മക്കള്. നിങ്ങള് കുടുംബത്തിൽ 7 മക്കള്. ഏറ്റവും ഇളയ അരുമ സന്തതിയാണോ ഈ ഇരിക്കുന്ന അമ്മ? പെൺകുട്ടിയിൽ ആണുങ്ങളുടെ വേറെ ഉണ്ട്. 7 പേര്. 7 മക്കളാ. അഞ്ചാമത്തെയാണ്. മൂത്ത പെൺപിള്ളേരെല്ലാം എല്ലാരും നല്ല നല്ല ജീവിക്കുന്നു, ആർക്കും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ഇവിടെ 2 മക്കളുടെ മാംഗല്യം നടക്കാത്തില്ല. മനോവിഷമം. കുടിക്കാം ഇതിനകത്ത് കുടിക്കാം. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അത് ഇപ്പം ഓരോന്ന് ആലോചനകൾ വരുന്നോണ്ടിരിക്കുന്നു. അത് പ്രശ്നമൊന്നുമില്ലെന്ന് എന്റെ മനസ്സ് പറഞ്ഞ ദൈവത്തെ അത്ര പ്രശ്നമില്ലെന്നല്ല, പ്രശ്നമുണ്ട്. ഇല്ല, അമ്മ ഇരുന്നു പറഞ്ഞു. നമ്മുടെ കുളന്തകൾക്ക് മംഗല്യഭാഗം ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ കുളന്തകളെ നമുക്ക് ലാളിക്കണം. ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ആഗ്രഹമില്ലേ? ദൈവത്തിനെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തീ ഇറങ്ങും. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പതുക്കെയായിരുന്നു നമ്മള്. ഇപ്പൊ നമ്മൾ ഒരാളെ ദ്രോഹിച്ചാൽ അത് ഉടനടി നമുക്ക് ഭഗവാൻ തന്നുകൊണ്ടിരിക്കുക. നമ്മൾ കൈനീട്ടി വാങ്ങിച്ചേ പറ്റില്ല. എന്തിനു മറ്റുള്ളവരെ നമ്മൾ ദ്രോഹിക്കാൻ പോണം? അതിന്റെ ആവശ്യം നമുക്ക് ഈശ്വരന്റെ ആയുസ് വന്നിട്ടുണ്ട്. ആ ആയുസിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ നോക്കുക. ആരും ദുഷിക്കാനോ ശത്രുക്കളെ പോലെ കാണാനോ നോക്കരുത്. നല്ല മനസ്സാണ് അമ്മയുടെ മനസ്സ്. എന്നെ കണ്ട ഞാൻ വല്ല മൂട്ടിക്കെന്ന് പറയൂ? കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണ് അമ്മ. 6-7 ദിവസം കൊണ്ട് ഞാൻ അമ്പലത്തിലുണ്ട്. ഇവരപ്പുറത്ത് പോകാൻ പറയാമ. ഈ അമ്മ എഴുന്നേറ്റ് പോകാൻ പറയാമ. ഞാൻ ചിലപ്പോ വല്ലതും പറയും. അമ്മ ഞാൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞ ഐശ്വര്യമുള്ള മുഖമാണ്. മനോദുഃഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്മയുടെ മുഖത്ത് നല്ല മനോദുഃഖം ഉണ്ട്.
അത് കുളന്തകളെ കൊണ്ടുള്ള ദുഃഖമാണ്, അല്ലാതെ എന്ത് ദുഃഖമാണ്? അല്ലാതെ ദുഃഖം എന്റെ മനസ്സിൽ കാണിക്കുന്നില്ല ഭഗവാൻ. പക്ഷെ ആ കുളന്തകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല സ്വഭാവമുള്ള പിള്ളേരാണ്. ഇപ്പോഴത്തെ കാലത്തെ യാതൊരുവിധ വൃത്തികെട്ട സ്വഭാവങ്ങളുമില്ല, വരിയില്ല, കുടിയില്ല, അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത പിള്ളേർ. ദൈവത്തിന്റെ കരുണയാൽ അങ്ങനെയുള്ള 2 പിള്ളേരെ എനിക്ക് കിട്ടി. ഒക്കെ ബാക്കി എല്ലാം ഓക്കെ. വിവാഹ തടസ്സം നടക്കുന്നത്, വിവാഹ തടസ്സങ്ങളുണ്ട്. അപ്പൊ ആ തടസ്സത്തിന്റെ ഒരൊറ്റ ഒരു വിഷമങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? വിവാഹ തടസ്സം ഇതാണ്. ഈ ഭൂമിയില് വർഷങ്ങൾക്ക് മുമ്പേ ആരോ ചെയ്തിട്ട ഒരു ദുഷ്കർമ്മ. മക്കള് വെളിയിലല്ലേ, ദൂരെ ഏതോ സ്ഥലത്ത് അവര് ജീവിക്കുകയാണ്, ജോലി ചെയ്യണം. അപ്പൊ അതുപോലും കണ്ണുകടിയല്ല. 2 ആൺകുട്ടികളല്ലേ, 2 ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരൊരു ജോലിയായി കഴിയുമ്പോൾ നിങ്ങൾ ഇതിനേക്കാളും നല്ല നിലയിലെത്തും, അവർക്ക് നല്ല ഭാവി ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഞാൻ അവിടുന്ന് ഇവിടെ ഞാൻ കൊണ്ടുവന്നതല്ലേ? ആര് ഇതിന് പേരുണ്ടോ? എവിടെ ഞങ്ങള് കണ്ടോ നിങ്ങൾ എന്റെ ഫാണ്ട നോക്കിയോ? ഇല്ലല്ലോ, നോക്കി. കയ്യിൽ ഞാൻ അവിടെ ക്ലാവ് വിൽക്കാനായിട്ട് അവർ തന്ന എനിക്ക്. ആരെടുത്ത്? ഇത് ഞാൻ വന്നപ്പോഴുണ്ടോ എന്തായാലും നോക്കാൻ ഞാൻ തരുന്നു. ഇത് ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് ഇത് നിങ്ങളുടെ വിളക്കാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? കുരിശിവിടെ മാത്രം വേണ്ട. ഞാൻ അവരുടെ വീട്ടിൽ കയറിയായിരുന്നല്ലോ. ഞാൻ ഇതെനിക്ക് ഞാൻ കള്ളിയൊന്നുമല്ല വിട്ടെ, ഞാൻ കള്ളിയൊന്നുമല്ല. വിളിച്ചോണ്ടോ? പോലീസ് അതവിടെ വെക്കണേ. ഇത് എന്റെ നിലവിളക്കാ. ഞാനിപ്പോ വഴിക്ക് അവിടെ നോക്കില്ല. ഇതിന് പേരുണ്ടോ? എവിടെ ഞങ്ങള് കള്ളത്തരം ചെയ്ത് ഞാൻ പോലീസിനെ വിളിക്കണം. ഇപ്പം വിളിച്ചോ? ഇത് ഞങ്ങളുടെ ആണല്ലോ. എന്തിനാ ഇങ്ങനെ പറഞ്ഞ് കള്ളത്തരം ചെയ്തോണ്ട് അങ്ങനെ ചെയ്യുന്നേ? എന്തുവായിരുന്നു ഇത്? കള്ളത്തരം ഒന്നും അല്ല. ഇത് ബിഗ് ബാഗ്സ് എന്ന് പറഞ്ഞ കോമഡി പ്രോഗ്രാം ആണ്. അതുകൊണ്ട് ക്യാമറയൊക്കെ കണ്ടു. ബിഗ് പ്രാങ്ക്സ് എന്ന് പറയുന്ന കോമഡി പ്രോഗ്രാമാണ്, പ്രാങ്ക് ഷോ ആണ് കേട്ടോ. ഇവർ രണ്ടുകൂടെ ചേർന്നാണ് ചിരി പറ്റിച്ചത്. ഞാൻ കാക്കാത്തി ഒന്നുമല്ല. ഞങ്ങൾ ആദ്യം സത്യമായിട്ട് ഞങ്ങൾ പേടിച്ചു. അതെ അല്ലേ? കാരണം വെച്ചാൽ ഞാൻ ഈ കാക്കാത്തി ഇവിടെ വന്ന് വല്ല മോഷണം വല്ലതും പോകും ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പേടിച്ചിട്ട് ഞാൻ ഒന്നും ആദ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അകത്തോട്ട് കയറിയത്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞെല്ലാം വിശ്വസിച്ചു. ആളെല്ലാം വിശ്വസിച്ചു. പിന്നെ എല്ലാം പറഞ്ഞെല്ലാം വിശ്വസിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, ഞങ്ങൾ നേരത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ ശരിക്കും വിശ്വസിച്ചു.
അതാണ് ഞങ്ങളുടെ വീട്ടിൽ വിശ്വസിപ്പിക്കുക എന്നുള്ളത്. കാര്യം ഞങ്ങൾ 7 മക്കളാണെന്നൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞു എല്ലാ ഡീറ്റെയിൽ അറിഞ്ഞു ഞങ്ങള്. അയ്യോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന അടൂരാണ്. അപ്പോൾ അടൂർ റെനി വേണം അല്ലേ? റെനി. അപ്പോൾ മേഡത്തിന് കാക്കാത്തിയെ പറഞ്ഞു വിട്ട് ഒന്ന് പറ്റിക്കാമെന്ന് നോക്കി. ഏതാണ്ട് അതൊക്കെ വിശ്വസിച്ചില്ലേ? ഏകദേശം വിശ്വസിച്ചു. പിന്നെ എന്താ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് വിശ്വസിച്ചു. പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം എല്ലാം പറഞ്ഞപ്പോൾ എല്ലാം കറക്റ്റായിട്ട് അങ്ങ് പറയും. ഇതിനെല്ലാം കാരണക്കാരൻ ഇതാ നിൽപ്പുണ്ട് അടുത്ത്. പുള്ളിക്കാരൻ നേരത്തെ ഇതെല്ലാം പറഞ്ഞു തന്നു ഞങ്ങളുടെ അടുത്ത്. അങ്ങനെയാണ് ഞങ്ങളൊരു കാക്കാത്തിയുടെ രൂപത്തിൽ അനിതയെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇന്നിരി എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വീക്കിൽ ഉഷയെ പറ്റിക്കാനായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ അതുപോലെ തന്നെ റിനി മാമിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇന്നിരെയും സാറും കൂടിയാണ് റിനി മാമിനെ പറ്റിച്ചത്. അപ്പോൾ എന്ത് തോന്നി ഇങ്ങനെ ഈ ഒരു കാക്കാത്തി ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ? മനസ്സിലാക്കണം, ഇതിലൊക്കെ ഒത്തിരി കള്ളത്തരങ്ങളും ഉണ്ട്. അത് ശരിക്കും ഉണ്ടത്, വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചില സമയത്ത് അങ്ങനെ വിശ്വസിച്ച് പോയിട്ടുമുണ്ട്. മാഡം ട്രിവാൻഡ്രം കാര്യമാണല്ലേ? ഞാനും ട്രിവാൻഡ്രമാണ്. ഇവിടെ എത്ര വർഷം കൊണ്ട്? ഇവിടെ എന്റെ കല്യാണം കഴിഞ്ഞ് 37 വർഷമായി. 37 വർഷം കൊണ്ട് ഇവിടെ തന്നെ. എന്തായാലും നമ്മുടെ അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ആദ്യമായിട്ട് ഒരു ക്യാഷ് പ്രൈസാണ് SK ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു സമ്മാനം. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരി. കാണാം. ഞങ്ങളിവിടെ മിക്കപ്പോഴും വരുന്നുണ്ട്, വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്.